നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഷാജി പാലങ്ങാടൻ. ഞാൻ കിംസ് ഹെൽത്തിലെ കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലർ സർജറി വിഭാഗത്തിൻ്റെ സീനിയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ കാഷ്വാലിറ്റിയിൽ കഴിഞ്ഞ ദിവസം വന്നൊരു കേസാണ് ഞാൻ ആമുഖമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടി വീട്ടുകാരുമായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവരുടെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് കഴിക്കാനായിട്ട് വെച്ചിരുന്ന കുറേ ഗുളികകൾ, മെയിനായിട്ടും ആൻറ്റി ഹൈപ്പർടെൻസീവ് BPക്കായിട്ടുള്ള ഗുളികകൾ അമിതമായി കഴിച്ചിട്ട് കാഷ്വാലിറ്റിയിൽ എത്തുകയുണ്ടായി. അപ്പോൾ എത്തിയ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ മെയിനായിട്ടും ഈ ആംലോഡിപ്പിൻ എന്നുള്ള ഗുളികയാണ് കൂടുതലായിട്ട് കഴിച്ചിരിക്കുന്നത്. അത് കാൽഷ്യം ചാനൽ ബ്ലോക്കർ വിഭാഗത്തിലുള്ള ആൻറ്റി ഹൈപ്പർടെൻസീവ് മെഡിസിനാണ്. എന്ന് വെച്ചാൽ അത് BP കുറയ്ക്കുന്നത് മെയിനായിട്ടും രക്തക്കുഴലുകളുടെ വികസിപ്പിച്ചിട്ടാണ് BP കുറയ്ക്കുന്നത്. അപ്പോൾ അമിതമായ ഈ മെഡിസിൻ കഴിച്ചതുകൊണ്ട് ശരീരത്തിലെ എല്ലാ രക്തക്കുഴലും വളരെ വികസിച്ച് പോയതുകൊണ്ട് BP മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ടി നമുക്ക് അനുഭവപ്പെട്ടു. കാഷ്വാലിറ്റി വെച്ചിട്ട് തന്നെ നമ്മൾ പല മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും BP പെർസിസ്റ്റൻ്റായിട്ട് നല്ല ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഓരോരോ ഓർഗൻസായിട്ട് ഡാമേജ് ആയി തുടങ്ങും എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോഴത്തേക്കും എമർജൻസി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് എല്ലാം കൂടി ചേർന്നൊരു എമർജൻസി മെഡിക്കൽ ബോർഡ് കൂടി എല്ലാ സ്ട്രാറ്റജിയും ആലോചിച്ചപ്പോഴത്തേക്കാണ് നമ്മൾ ഇങ്ങനൊരു ECMO എന്നൊരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഓഫർ ചെയ്തത്. ECMO എന്ന് വെച്ചാൽ എൻ്റെ ഫുൾ ഫോം എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ എന്നുള്ളതാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ അത് ഹാർട്ട് ലങ് മെഷീൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷനാണ്. ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം വെളിയിൽ നിന്ന് മെഷീൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പ്രവർത്തിപ്പിച്ച് ആളിൻ്റെ എല്ലാ ഓർഗൻസിനെയും നമുക്ക് ഡാമേജ് ഉണ്ടാക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി മെഡിസിൻ ചികിത്സയും സമയവും കൊണ്ട് ഈ മെഡിസിൻ്റെ എഫക്റ്റ് എല്ലാം ബോഡിയിൽ നിന്ന് പോകുന്നത് വരെ ആളിൻ്റെ ജീവൻ നിലനിർത്താനും മറ്റ് ഓർഗൻസിനെ സംരക്ഷിക്കാനും ഉള്ളൊരു ചികിത്സാ സമ്പ്രദായം നമ്മൾ ഓഫർ ചെയ്തപ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ ECMO സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ECMOയിൽ നമുക്ക് കാലിലുള്ള മെയിൻ രക്തക്കുഴൽ രണ്ടും വലിയ വലിയ ട്യൂബ് കടത്തി അശുദ്ധ രക്തക്കുഴലിലൂടെ ട്യൂബ് കടത്തി ഹാർട്ടിൻ്റെ മെയിൻ കളക്റ്റിംഗ് ചേംബറിൽ നിന്ന് ബ്ലഡ് മുഴുവൻ പുറത്തേക്ക് വലിച്ചെടുത്ത് ഈ വെളിയിലുള്ള മെഷീനിൽ നിന്ന് പമ്പ് ചെയ്ത് അതിലെ കാർബൺ ഡയോക്സൈഡിനെ മാറ്റി ഓക്സിജനേഷൻ ചെയ്ത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ പമ്പ് ചെയ്ത് കയറ്റുന്ന ഒരു രീതിയാണ് ECMO എന്നുള്ളത്. അത് ECMO ചെയ്തതോടുകൂടി 4 ദിവസം കൊണ്ട് തന്നെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനും ECMO മെഷീനിൽ നിന്ന് മാറ്റാനും കുട്ടി നോർമൽ ലൈഫിലോട്ട് പെട്ടെന്ന് തിരിച്ചു വരാനും ഉപകാരപ്പെട്ടു. സാധാരണഗതിയിൽ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെയാണ് നമുക്ക് ഈ നൂതനമായ ചികിത്സയിലൂടെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയത്. അപ്പോൾ അതുതന്നെ ഇപ്പം ലൈഫ് ആൻഡ് ഡെത്ത് മുന്നിൽ കാണുന്ന സിറ്റുവേഷൻസിൽ ഈ ECMO ചികിത്സ വന്നതോടുകൂടി തന്നെ കുറേ ആൾക്കാർ ലോകമെമ്പാടും തന്നെ കുറേ ആൾക്കാർ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. ഇതൊരു ഉദാഹരണം മാത്രം. അപ്പോൾ ഏതൊക്കെ രോഗങ്ങൾക്കാണ് നമുക്ക് ECMO ഉപകാരപ്പെടുന്നത് വെച്ചാൽ, നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള കാർഡിയാക് അല്ലെങ്കിൽ ലങ് കണ്ടീഷൻസിന് നമുക്ക് ECMO ഓഫർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് അറിയണം ഈ അസുഖം സമയം കൊണ്ട് അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് ശരിയാവുന്ന വരെ നമ്മുടെ ആളിൻ്റെ ജീവൻ നിലനിർത്താനും ആളിൻ്റെ മറ്റ് ഓർഗൻസ് ഡാമേജ് ആവാതെയും നിലനിർത്താനുള്ള ഒരു ഉപാധിയായിട്ട് ECMO ഉപയോഗിക്കാൻ പറ്റും. സെക്കൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹാർട്ടിൻ്റെയും ലങ്സിൻ്റെയും പ്രവർത്തനം തിരിച്ചു വരാൻ പറ്റാത്ത സിറ്റുവേഷനിലുള്ള ആൾക്കാരിലും നമ്മൾ ട്രാൻസ്പ്ലാന്റിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലങ് ശ്വാസകോശം മാറ്റിവെക്കൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഓർഗൻ ചിലപ്പോൾ കിട്ടാൻ ഡിലേ വരും. അപ്പോൾ ആ സമയത്ത് ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് ECMO മെഷീനിൽ പേഷ്യൻ്റ് ഇട്ടിട്ട് ഓർഗൻ വരുന്ന മുറയ്ക്ക് നമുക്ക് അവർക്ക് ഓർഗൻ കൊടുക്കുകയും അവർ ട്രാൻസ്പ്ലാന്റിൽ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ശ്വാസകോശത്തിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഹാർട്ട് കണ്ടീഷൻ പെർഫെക്റ്റ് ഉള്ള ആൾക്കാർക്ക് നമുക്ക് വീനസ് ECMO എന്നുള്ള സമ്പ്രദായം മാത്രം മതിയാവും. അതിൽ അശുദ്ധ രക്തക്കുഴലിൽ തന്നെ ബ്ലഡ് പുറത്തേക്ക് എടുക്കുകയും അതിൽ ഓക്സിജനേഷൻ ചെയ്ത് തിരിച്ച് അശുദ്ധ രക്തക്കുഴൽ തന്നെ അടയ്ക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ECMOയാണ് വീനസ് ECMO. ഇതിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ലങ്സിനെ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതിയാവും. അങ്ങനെയും നമുക്ക് ECMO ഉപയോഗപ്പെടുത്താൻ പറ്റും.